ടെക് ലോകത്തെ വാർത്തകൾ. ടൈറോൺ SUVയുടെ പുതിയ ലൈഫ് വേരിയന്റ് അവതരിപ്പിച്ച് വോക്സ്വാഗൺ. ടോപ്പ് മോഡലിനേക്കാൾ കുറഞ്ഞ വിലയിൽ പ്രീമിയം ഫീച്ചറുകളുമായാണ് വാഹനം എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ ടൈറോൺ SUVയുടെ പുതിയ ലൈഫ് വേരിയന്റ് അവതരിപ്പിച്ച് വോക്സ്വാഗൺ. എക്സ് ഷോറൂം വില 41.99 ലക്ഷം രൂപയാണ്. ടൈറോൺ നിരയിലെ കൂടുതൽ വില കുറഞ്ഞ പതിപ്പായാണ് പുതിയ മോഡൽ എത്തുന്നത്. 5 സീറ്റുകളുള്ള SUVയായ ടൈറോൺ ലൈഫ് നിലവിലുള്ള R-ലൈൻ വേരിയന്റിനെ അടിസ്ഥാനമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. 3ാം നിര സീറ്റുകളും ചില പ്രീമിയം ഫീച്ചറുകളും ഒഴിവാക്കിയതോടെയാണ് വില കുറച്ചിരിക്കുന്നത്. എന്നാൽ വാഹനത്തിന്റെ ഡിസൈൻ, എഞ്ചിൻ, ഡ്രൈവിംഗ് പ്രകടനം എന്നിവയിൽ മാറ്റമില്ല. 2.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തു പകരുന്നത്. 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും വോക്സ്വാഗണിന്റെ 4 മോഷൻ ഓൾ വീൽ ഡ്രൈവ് സംവിധാനവും വാഹനത്തിനുണ്ട്. നഗര റോഡുകളിലും ഹൈവേയിലും മികച്ച പ്രകടനം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ SUV ഒരുക്കിയിരിക്കുന്നത്. ഫീച്ചറുകളുടെ കാര്യത്തിലും ടൈറോൺ ലൈഫ് ശ്രദ്ധേയമാണ്. പനോരമിക് സൺറൂഫ്, വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, മൾട്ടി സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 1-ലധികം എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്നിവയുൾപ്പെടെയുള്ള ലെവൽ 2 ADAS സുരക്ഷാ സംവിധാനങ്ങളും വാഹനത്തിനുണ്ട്. സ്കോഡ കോഡിയാക്, ജീപ്പ് മെറിഡിയൻ, ടൊയോട്ട ഫോർച്യൂണർ എന്നിവയ്ക്ക് എതിരാളിയായാണ് പുതിയ വോക്സ്വാഗൺ ടൈറോൺ ലൈഫ് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. OpenAIക്കെതിരെ ആപ്പിൾ രംഗത്ത്. ആപ്പിളിന്റെ രഹസ്യങ്ങൾ OpenAI മോഷ്ടിച്ചു എന്നാണ് പരാതി. OpenAIക്കും കമ്പനിയിലെ 2 മുൻ ആപ്പിൾ ജീവനക്കാർക്കുമെതിരെ ആപ്പിൾ അമേരിക്കൻ കോടതിയിൽ കേസ് നൽകി. കമ്പനിയുടെ രഹസ്യ സാങ്കേതിക വിവരങ്ങളും ഹാർഡ്വെയർ വികസനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മോഷ്ടിച്ച് OpenAIയുടെ AI ഉപകരണ വികസനത്തിന് ഉപയോഗിച്ചെന്നാണ് ആപ്പിളിന്റെ ആരോപണം. OpenAIയുടെ ഹാർഡ്വെയർ വിഭാഗം മേധാവിയായ ടാങ് ടാനും മുൻ ആപ്പിൾ എഞ്ചിനീയറായ ചാങ് ലിവിയുമാണ് കേസിലെ പ്രധാന പ്രതികൾ. ആപ്പിളിൽ നിന്നും രാജിവെക്കുന്നതിന് മുമ്പും ശേഷവും രഹസ്യരേഖകളും സാങ്കേതിക വിവരങ്ങളും അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നാണ് കേസ്. എന്നാൽ ആരോപണങ്ങൾ OpenAI നിഷേധിച്ചു. എതിരാളി കമ്പനികളുടെ രഹസ്യ വിവരങ്ങളിൽ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും സ്വന്തം ഗവേഷണവും നവീകരണവുമാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും OpenAI വ്യക്തമാക്കി. ആപ്പിളും OpenAIയും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ സംഘർഷത്തിന് ഈ കേസ് വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെസ്സേജിംഗ് ആപ്പുകൾക്ക് ഇനി ഒരേ നിയമം. വാട്സാപ്പ് യൂസർ നെയിം വിവാദത്തിന് പിന്നാലെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ബാധകമാകുന്ന ഏകീകൃത നിയമങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ഒരുങ്ങുന്നു. വാട്സാപ്പിന്റെ പുതിയ യൂസർ നെയിം ഫീച്ചറിനെ ചൊല്ലി ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം. നിലവിൽ ഒരു മെസ്സേജിംഗ് ആപ്പിനെ മാത്രം ലക്ഷ്യമിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം വാട്സാപ്പ്, ടെലിഗ്രാം, സിഗ്നൽ ഉൾപ്പെടെ എല്ലാ മെസ്സേജിംഗ് സേവനങ്ങൾക്കും ഒരേ നിയമം നടപ്പാക്കാനാണ് കേന്ദ്രത്തിന്റെ പദ്ധതി. ഇതിനായി വിവിധ പ്ലാറ്റ്ഫോമുകളുമായി IT മന്ത്രാലയം ചർച്ച നടത്തും. ഇപ്പോൾ മെസ്സേജിംഗ് ആപ്പുകളിൽ ഏതൊക്കെ ഫീച്ചറുകൾ അനുവദിക്കാമെന്ന കാര്യത്തിൽ IT നിയമങ്ങളിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളില്ല. ഈ നിയമപരമായ വിടവ് നികത്തി പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വാട്സാപ്പിന്റെ യൂസർ നെയിം ഫീച്ചർ ആൾമാറാട്ടം, ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ആശങ്കയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ഇത്തരം ഫീച്ചറുകൾ നിയമപാലകരുടെ അന്വേഷണങ്ങളെയും സങ്കീർണമാക്കുമെന്ന് IT മന്ത്രാലയം വിലയിരുത്തുന്നു. ഇതേ തുടർന്ന് വാട്സാപ്പിനും ടെലഗ്രാമിനും കേന്ദ്രം നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം വാട്സാപ്പും ടെലഗ്രാമും സർക്കാരിന്റെ നോട്ടീസിന് മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ സിഗ്നൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പുതിയ നിയമങ്ങൾ നടപ്പിലാകുന്നതോടെ രാജ്യത്തെ എല്ലാ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഒരേ സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രവർത്തന ചട്ടങ്ങളും ബാധകമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.